ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഓഫ് റിൻഡു ഭാഗ്യ വ്ളോഗ്സ്. സോ നമ്മളിപ്പോ ഒരു സൗണ്ട് അല്ലെങ്കിൽ നോയ്സി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണ് ഇൻട്രോ പറഞ്ഞത്. യെസ്, നമുക്ക് പെട്ടെന്നൊരു ഇൻട്രോ പറയേണ്ടി വന്നു. നമ്മൾ നാളത്തെ ഒരു സ്പെഷ്യൽ ഡേ ആണ് നമ്മുടെ. യെസ്, അപ്പം എന്താന്നുള്ള ഒരു സർപ്രൈസ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാനും അതിന്റെ കുറച്ച് പ്രിപ്പറേഷൻസിന് നമ്മൾ പുറത്തു വന്നത്. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നാളത്തെ ദിവസത്തെ കുറച്ച് സാധനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് വീട്ടിലെത്തിക്ക്. നമുക്ക് ഇവിടുന്ന് വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങണം. സോ എന്തായാലും നിങ്ങളെയും കൂടെ സപ്പോർട്ടും ഇതൊക്കെ നമ്മുടെ ജേർണിയിൽ ഉള്ളത് കൊണ്ടും അതേപോലെ തന്നെ നമ്മൾ തുടർന്നും വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളെ ലൈഫിലെ സ്പെഷ്യൽ ഇവന്റ്സ് ഒക്കെ നിങ്ങളോട് പറയുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാം. ബാക്കി കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് ക്ലബ് സുലൈമാനിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു പാസ്തയും, ഭാഗ്യന്റെ ഫേവറേറ്റ് ആണ് പാസ്ത, പിന്നെ ഒരു റാപ്പും, പിന്നെ 2 ഹെർബും, പിന്നെ ഒരു നോർമൽ കാഡ്മൻ ടീയും കാഡ്മൻ സുലൈമാനിയും പറഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് ഏതായാലും കഴിച്ചിട്ട് ഇറങ്ങാം. പുറത്ത് വരുന്ന മഴ പെയ്തിട്ട് ഫുള്ള് നനഞ്ഞിട്ടേക്കുന്നത്. ഭാഗ്യം തന്നെ കുറച്ച് നനഞ്ഞുള്ളൂ. എൻ്റെ പുറത്ത് പറ്റി പിടിച്ചിരുന്നോണ്ട് ഞാൻ അത്യാവശ്യം നനഞ്ഞു. ഇപ്പൊ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം ചൂടോടുകൂടി. ഓക്കെ, ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളെ ഹാപ്പിയസ്റ്റ് മൊമെന്റും ഞങ്ങളുടെ സാഡസ്റ്റ് മൊമെന്റും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫുഡ് കഴിച്ചിട്ടാണ്. നമ്മളുടെ ഒരു ഇമോഷനാണ്, ഞങ്ങളുടെ ലവ് ലാംഗ്വേജ്. എന്റെ ഫേവറേറ്റ് പാസ്ത ആൽഫ്രെഡോ പാസ്ത. അങ്ങനെ നമ്മൾ ആ 2 ഐറ്റം ഫിനിഷ് ചെയ്തപ്പോഴും നമുക്ക് ഫില്ലാവാത്ത പോലെ ഫീൽ ചെയ്തു. അങ്ങനെ അൽബേക്കിന്ന് നമ്മൾ 2 ബർഗറും കൂടെ ഓർഡർ ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ആ ഒരു ബർഗർ നമ്മൾ 2 പേരും ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ അവളുടെ സൈഡിൽ നിന്ന് അവൾ ഓർഡർ ചെയ്ത ബർഗറും നമ്മൾ ഷെയർ ചെയ്തു. ഞാൻ ഓർഡർ ചെയ്തത് ഗ്രിൽഡ് BBQന്റെ ബർഗർ ആയിരുന്നു. അവൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് ചിക്കന്റെ ബർഗർ ആയിരുന്നു. അങ്ങനെ രണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ദെൻ ദ വെരി ഫൈൻ നെക്സ്റ്റ് ഡേ ദിസ് ഹാപ്പൻസ്. കട്ടിലൂരി അലമാര ഫ്രീ ആക്കി ഇത് ഓരോന്ന് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് നമ്മൾ രണ്ടിനും എടുത്തട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ആ ഒരു സ്പെഷ്യൽ ഡേന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്ത് സ്പെഷ്യൽ അപ്പൂച്ചി? അതൊക്കെ പറയാം വരട്ടെ. ഓക്കെ, ഭൂമിന്ന് നേതാ കട്ടിലും കർട്ടനും ആകെ ബഹളം മയം അതെല്ലാം കെട്ടി വെച്ചിരിക്കുകയാണ്. ഒക്കെ കൊണ്ടുപോകാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂലിപ്പണി രാജൻ, രാജൻ കൂലിപ്പണി ഗൈസ്. പിന്നെ കാണാം. ഓക്കെ, കൂലിപ്പണി രാജൻ കൂലിപ്പണി. കട്ടിൽ അഴിക്കുകയും അലമാര അഴിക്കുകയും സ്ക്രൂകൾ അഴിച്ചു കൊടുക്കപ്പെടുന്നു. നമ്മള് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസിനും ഇവരൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവര് സെറ്റ് ആക്കുന്നുണ്ട്. ഇവിടുന്ന് ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ റൂം ഫുൾ കാലിയാക്കി. ഇനി കുറച്ച് സാധനങ്ങളൂടെ ഉള്ളൂ. ഇതേ ഈ സാധനം ഇവിടെ ടേബിളും ഒരു ഇതും കൂടെ ഉള്ളു. ലബാഗുച്ചി. നമ്മള് പറഞ്ഞ സർപ്രൈസ് നിമിഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, അപ്പൊ രാവിലെ കുറച്ച് റഷ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും നമ്മളിപ്പോ ആ സർപ്രൈസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ടത്തോടുകൂടി സർപ്രൈസ് പൊളിയും. ഏകദേശം ഒരു 4 മണി ആ ഒരു സമയമായിട്ടുണ്ട്. നമ്മളെല്ലാരും അവശരാണ്. ഉച്ചക്കൊക്കെ ഫുഡൊക്കെ ഇവിടുന്ന് എങ്ങനെയൊക്കെ കഴിച്ചു. ഇനിയിപ്പോ വൈകിട്ടത്തേക്കൊക്കെ സെറ്റായിട്ട് നമ്മൾ എന്താന്നുള്ള സർപ്രൈസ് പൊളിക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വൈകിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമ്മള് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇതാണ് നമ്മൾ പറഞ്ഞ സർപ്രൈസ്. ഇത് നമ്മുടെ പുതിയ വീടാണ്. ഇതിന്റെ പാലയാച്ചലായിരുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത്രയും കാലം നമ്മൾ എവിടെയായിരുന്നു? നമ്മൾ നിന്നത് ഒരു ലീസിന് എടുത്ത ഹോമിലായിരുന്നു. അന്ന് നമുക്ക്
കല്യാണത്തിന്റെ സമയത്ത് പെട്ടെന്ന് വീട് ഇടിപിടി എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഇവർക്ക് വീട് ഉണ്ടായിരുന്നു. അത് നമ്മള് അവിടെ കാറ് കയറുന്നതും പിന്നെ കുറച്ച് സൗകര്യങ്ങൾ കുറവാണ്ട് വേറെ വീട് ഇതാക്കാന്ന് ചോദിച്ചു. അപ്പൊ കല്യാണം ആയപ്പോ പിന്നെ പെട്ടെന്ന് വീട് വെക്കണ്ടേന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഇടിപിടി ചെയ്തോണ്ടൊരു വീട് സെറ്റാക്കി. പക്ഷെ നമ്മളവിടെ ലീസിനാണ് താമസിച്ചത്. ആ സെയിം വീട് തന്നെ മേടിക്കാന്ന് വെച്ചപ്പം നമുക്ക് പറ്റിയില്ല. അവിടെയും കുറെ കാര്യങ്ങളുണ്ട്. അതായത് വണ്ടി കയറില്ല, പിന്നെ അതുപോലെ തന്നെ കയറ്റത്തിലാണ്, നല്ല കയറ്റത്തിലാണ്, പിന്നെ വെള്ളത്തിന്റെ പ്രശ്നം എല്ലാം കൂടെ ഒത്തു വന്നിട്ട് ഈ ഒരു വീടാണ് നമ്മൾ സെറ്റ് ആക്കിയത്. അപ്പൊ ഇതിന്റെ ഫുള്ള് വീടൊന്നും സെറ്റ് ആയിട്ടില്ല. നമ്മളിപ്പോ ഇവിടെ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഇതാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഹോം ടൂർ നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും നമ്മുടെ ഈ ഒരു കൊച്ചു സന്തോഷം നിങ്ങളുമായിട്ട് കൂടെ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. കംപ്ലീറ്റ് അല്ല, നമ്മൾ അവിടുന്ന് ഇന്നലെ ഫുൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല റഷായി. സാധനങ്ങൾ കൊണ്ടുവരല്, ഇവിടെ ഇറക്കല്, അറേഞ്ച് ചെയ്യല്. രാത്രി 12 മണിക്കൊക്കെ കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഉറങ്ങിയത്. അതെ. അപ്പൊ ഇന്ന് പാലയാച്ചിൽ കഴിഞ്ഞു. എന്തായാലും നിങ്ങളും നമ്മളുടെ കൂടെ നമ്മുടെ ജേണിയിൽ ജോയിൻ ചെയ്യുന്നതിന് നമ്മൾ വളരെ ഹാപ്പിയാണ്. തുടർന്ന് നമ്മളെല്ലാ വീഡിയോസും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ കൂടെ തന്നെ കൂടുക. ഓക്കെ. അപ്പൊ നമ്മള് വീടിന്റെ ജസ്റ്റ് ഒരു ലേഔട്ട് വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പുറത്തുനിന്നുള്ള ഉള്ളിൽ നിന്നുള്ളതൊക്കെ വൃത്തിയാക്കി വരണം. നമ്മള് എല്ലാ സാധനങ്ങളും വലിച്ചിട്ടിരിക്കുകയാണ്. ഒക്കെ കുറച്ച് ഒതുങ്ങിയിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടെ നന്നായി ഒതുങ്ങാനുണ്ട്. എല്ലാരും സാധനങ്ങളും ഓരോരോ സ്ഥലത്ത് വെച്ച് വരണ്ടേ. ലാസ്റ്റ് വി ആർ ഹാപ്പി ദാറ്റ് നമുക്കൊരിടം എന്നുള്ള രീതിയിൽ ഒരു വീട്. ഈ വീടിനൊരു പേര് വേണം. അപ്പൊ നിങ്ങളോട് സജസ്റ്റ് ചെയ്യാം. നമ്മൾ 1-2 പേര് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളും പേര് സജസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അതിന് നോക്കിയിട്ട് ഒരു നല്ലൊരു പേരെടുക്കാം. അങ്ങനെ ഓക്കെ. അപ്പൊ നമ്മൾ വീട് കാണിച്ചു തരാം. യെസ്, ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ പുറത്തേക്ക് തുറക്കണം. ഫുള്ള് വണ്ടികളാണ് നിർത്തിട്ട്. അച്ഛനെയും അമ്മയുടെയും ചേച്ചിനെയും ഞങ്ങളുടെയും അപ്പൂച്ചിനെയും അച്ഛൻ്റെ എല്ലാരും വണ്ടി, ബൈക്കും കാറും ഓട്ടോ എല്ലാം ഉണ്ട്. ജസ്റ്റ് ഒന്ന് എല്ലാരും ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പൊ തൽക്കാലം ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും, അപ്പൂച്ചിന്റെ അച്ഛനും അമ്മയും, ചേച്ചിയും ചേച്ചിയുടെ പിള്ളേരും, ചേട്ടനും, എന്റെ ബ്രദറൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ എൻട്രൻസ്. ഇത് നമ്മുടെ ഇരിക്കുന്ന 2 ചെയേഴ്സ്. അച്ഛമ്മ ഇരിക്കുന്നു. ഫാദർജി ഹോട്ട്സ്റ്റാർ ഇല്ല, നെറ്റില്ല. ഡൈനിങ് ഹാള്. ഇവിടെ നമ്മുടെ നോർമൽ കൈയൊക്കെ കഴുകുന്ന സ്ഥലം. ഇത് നമ്മളെ ഫസ്റ്റ് ബെഡ്റൂം. ഇവിടെയൊക്കെ സെറ്റ് ആക്കി എടുക്കാറുണ്ട്. ഇതിപ്പോ പല കളിച്ചാണില്ലേ. കിച്ചൺ, വർക്ക് ഏരിയ, എല്ലാ സെറ്റപ്പും ഉണ്ട്. വർക്ക് ഏരിയ. ഇത് കിച്ചൻ്റെ അവിടുത്തെ സ്പേസ്. കംപ്ലീറ്റ് സെറ്റപ്പ് നമ്മൾ ഫുള്ള് സെറ്റായി ആക്സസറീസ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് കാണിക്കാം. ഇത് നമ്മുടെ മേലേക്കുള്ള സ്റ്റെയർ. അലങ്കോലായിട്ടിരിക്കുകയാണ് ഗൈസ്. അത് പിന്നെ സെറ്റാക്കണം. ഇവിടെയുള്ള മെസ്സൊന്നും നോക്കണ്ട, ഒക്കെ സെറ്റാക്കി എടുക്കണം. ഇത് നമ്മളെ ലൗണ്ടറി ഏരിയയും സെറ്റപ്പാണ്. ഇത് വേറെയുള്ള ബാത്റൂം, വേറൊരു മെയിൻ റൂമാണ്. ഇവിടെ നമുക്ക് എല്ലാ സംബടിയും അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൈ, പിന്നെന്താ, ഇനിയൊക്കെ സെറ്റാക്കി എടുക്കണം. ഇതാണ് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. നമ്മൾ 2 പേരും താമസിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാവരും കൂടെ നിന്നുകൊണ്ട് ഫുള്ള് മെസ്സപ്പ് ആയിട്ടിരിക്കുകയാണ്. ഭരത്ത് പാട്ടിട്ടതുകൊണ്ട് കോപ്പി റൈറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ വോയിസ് ഒഴിവാക്കിയിട്ടുള്ളത്. റൂമിൻ്റെ ബാൽക്കണി അത്യാവശ്യം നല്ല തണുപ്പുള്ള. നമുക്കിനി ചായ ഒക്കെ കുടിക്കാം. പാല് കാച്ചലൊക്കെ കഴിഞ്ഞു. പാല് പൊന്താതെ കൊറേ അങ്ങനെ ചായ എന്നുള്ളതാണ് ചായ കുടിക്കണം, പായസം വെക്കണം, ഉച്ചക്ക് സദ്യയല്ല ചെറിയൊരു മീൽസ് ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ നമ്മൾ മാത്രമേ ഉള്ളൂ. വേറെ അധികാരം വിളിച്ചിട്ടില്ല. ഹൗസ് വാമിങ് പോലൊന്നും കഴിപ്പിച്ചിട്ടില്ല. അങ്ങനെ അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ കിണറ്. അടുത്തടുത്ത് ഒരുപാട് വീടുകളുണ്ട്. അത്യാവശ്യം നല്ല ഏരിയയാണ്. നല്ലൊരു ഇതാണ്.
നമുക്ക് ഏതായാലും ഇനി വീടിന്റെ സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഹോം ടൂർ ഒക്കെ ചെയ്യാം. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു പേര് പേരപ്പോഴത്തേക്ക് സജസ്റ്റ് ചെയ്ത് വെക്കാം. നമുക്കത് നെയിം ബോർഡൊക്കെ സെറ്റ് ചെയ്യണം. നല്ലൊരു പേര് ഒരു വെസ്റ്റേൺ ടച്ച് ഉള്ളതോ അല്ലെങ്കിൽ നാടനോ നിങ്ങൾ പറയുന്നത് ഏതാണെന്ന് വെച്ചാൽ അതായത് വെറൈറ്റി ആയിട്ട് പിടിക്കാം. നമുക്ക് എപ്പോഴും കേട്ടിട്ടുള്ളതല്ലാത്ത വെറൈറ്റി നെയിംസ് തന്നെ സജസ്റ്റ് ചെയ്യാം. പിന്നെന്താ ഹോം ടൂർ പിന്നീട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മളെ കൊച്ചു സന്തോഷം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളി വാച്ച് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ കുറച്ചുകൂടെ ഇന്നത്തെ ദിവസത്തെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് തൽക്കാലം ചായ കുടിച്ചിട്ട് വരാം. അപ്പുറത്തെ വീട്ടിലെ പശുവിന് തീറ്റ കൊടുക്കുന്ന നന്മയുളി അവന് ചുക്കാൻ പിടിച്ചത് ചായ കുടിക്കാൻ അമ്മ അവിടെ അല്ല വിശക്കുന്നവർ അരച്ചെടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് നല്ല കഴിച്ചാൽ പഴപ്പ് വരും. ഇവിടുത്തെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ട് ഭാഗ്യ? കഴിച്ചില്ലല്ലോ. നമുക്ക് ഇവിടെ ഉപ്പുമാവുണ്ട്, പപ്പടുണ്ട്, പഴം ഓണ്ട വേലാണ്. മെല്ലെ കഴിച്ചാൽ പഴം പഴുത്ത് വരുന്നു. മെല്ലെ ഓരോ കരിമഴി കഴിച്ചോണ്ടിരുന്നുണ്ട്. അപ്പത്തേക്ക് വരും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അച്ഛൻ പഴം മേടിക്കാൻ പോയിട്ടുണ്ട്. എന്തായാലും ഫുഡ് കഴിക്കാം. ഓക്കെ, ഇവിടുത്തെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അവസാനം പാൽ വന്നു. പഴം വന്നു. എല്ലാം വന്നു. അച്ഛൻ ഹാപ്പി. അങ്ങനെ നമ്മള് പഴവും പായസവും പാലും ഒക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഫില്ലായി. ഉച്ചക്കത്തേക്ക് ഫുഡിന് 1-2 ഐറ്റംസ് ഓൾറെഡി സാമ്പാർ, ചോറ്, ചിക്കൻ കറി വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. എക്സ്ട്രാ കുറച്ച് സാധനങ്ങളെ മേടിക്കാൻ വേണ്ടി പോവുക. ഭരത്താണ് കാർ ഓടിക്കുന്നത്. കൈ ശരിയായിട്ടില്ല അവന്. പിന്നെ അങ്ങനെ എടുക്കാന്ന് പറഞ്ഞു. ഇപ്പോൾ വൈഫൈൻ്റെ കണക്ഷൻ റെഡി ആയിട്ടില്ല കേരള വിഷൻ്റെ. അപ്പം അത് ഇനി ട്രാൻസ്ഫർ ചെയ്യണോ അല്ലെ പുതിയത് എടുക്കണോ, അങ്ങനെ ഒരു ഏടാകൂടുണ്ട്. അതൊന്നും ഒരിടത്ത് പോയിട്ട് സെറ്റാക്കാനുണ്ട്. പോകുന്നതൊക്കെ അതും കൂടെ നോക്കണം. അപ്പം എന്തായാലും നമുക്ക് കഴിക്കാനുള്ളതും പിന്നെ ഈ സാധനം വേറെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അതും കൂടെ ചെയ്തിട്ട് വരാം. ഓക്കെ, നമ്മൾ ഫുഡ് മന്തി പാർസൽ മേടിച്ചു. ബാക്കിയുള്ളത് ഇവിടെ ആക്കിയിട്ടുണ്ട്. നീ എന്ത് മേലത്തൊക്കെ ഒതുക്കിയില്ലേ? ഞാനും അമ്മയും കൂടെ മേലത്തൊക്കെ ഡ്രസ് ഒതുക്കി. സോഫയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് തൽക്കാലം. ഇതിന്റെ ഫ്രെയിംസ് തൽക്കാലം ഉള്ളതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കോർണർ സെറ്റ് ചെയ്ത് പിന്നെ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് പിന്നെ ഇവിടെ ഒരു ഫ്രെയിം ഉണ്ട്. ഇത് ഇങ്ങനെ ചരിച്ച് കൊടുത്തതാണ് ഇൻജക്ഷനിൽ. പിന്നെ ഇവിടെ ഒരു ഫ്രെയിം സാധനങ്ങൾ നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് നിർണ്ണയിക്കാം. പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഒരു 10 ജ്യൂസ് പാർസൽ മേടിച്ചു. ഇത്രയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമുക്ക് ഏതായാലും ഫുഡ് കഴിക്കാൻ പറ്റും. ഓക്കെ, ഫുഡ് കഴിച്ചിട്ട് വരാം. പിന്നെ മന്തി വന്നു കഴിഞ്ഞാൽ പിന്നെ സാമ്പാറും കാര്യങ്ങളൊക്കെ സൈഡിലാക്കി പിന്നെ എല്ലാവരും മന്തിൻ്റെ പുറത്തായി. മന്തിയും അൽഫാമും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ നമുക്ക് അപ്പത്തേ ദാഹിക്കാൻ തുടങ്ങി. പിന്നെ ജ്യൂസ് മേടിച്ചിട്ടുണ്ടായി, അത് കുടിക്കാൻ പോയി. ഹീറ്റിനെ എതിർക്കാൻ മാംഗോ ജ്യൂസ്. ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. എല്ലാവരും ഈ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കാം. ഭാഗ്യയുടെ അച്ഛനും അമ്മയും പോവാണ്. അടയുന്നില്ല. ഒരേ യാത്രയാക്കാം. അങ്ങനെ ഫൈനലി അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഭാഗ്യൻ്റെ അച്ഛനും അമ്മയും ഭരത്തും കൂടെ ഇറങ്ങി. അപ്പോഴത്തെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഭാഗ്യത വിഷമത്തോടെ പോയി നിൽക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാണ്. അങ്ങനെ അവരെ യാത്രയാക്കി. ഇനി അടുത്ത പ്രാവശ്യം കാണുന്നതായിരിക്കും ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞയച്ചു. പിന്നെ മാമനും മാമിയും പിന്നെ മാമൻ്റെ പേരക്കുട്ടി അങ്ങനെ എല്ലാവരും വന്നു. ഈ തലയിൽ തെങ്ങൊക്കെ ഇട്ട കുട്ടി വന്നത്. അങ്ങനെ അവരുടെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവരിറങ്ങി. While sitting in front of our own home,
എന്തൊരു സാറ്റിസ്ഫാക്ഷൻ. ഫീൽ പീസ്ഫുൾ. നീ ഒരു സമാധാനം എന്നും ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, നമ്മുടെ പണികൾ എല്ലാരും പോയവരും ചില ചേച്ചി ഫാമിലി ഉണ്ട്, ചേച്ചിയുടെ അമ്മയും എന്റെ അമ്മയും അച്ഛനും എല്ലാരും വരത്തും എല്ലാരും പോയി. ഇപ്പൊ ഇനിയിപ്പം നമ്മളുടെ ലൈഫ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരു മിനിറ്റ്, നമ്മളെ റൂമും ഒരു 60 സെക്കൻഡ് ഇത്തിരി സമയം തരൂ. മുകളില് നമ്മുടെ റൂമും മുകളിലുള്ളൊക്കെ നമ്മള് റെഡിയാക്കി ഒന്ന് ഒതുക്കി അടിച്ചു വരി വെച്ചിട്ട് നാളെ ഞാൻ ഒന്നുകൂടെ ക്ലീൻ ചെയ്യണം. അപ്പം അവിടെ ഒക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇനി താഴെയാണ് നാളെ ഒന്നുകൂടെ ഒന്ന് ഒതുങ്ങാനുള്ളത്. ബാക്കി ഒരു ഇതൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ തന്നെ നാളെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. പർച്ചേസിങ് വീട് നമുക്ക് വേറെ നമ്മൾ ഇടുന്നുണ്ട്. പിന്നെന്താ പിന്നെ പറയാമെന്നല്ലോ. അപ്പൊ ഒന്നും പറയാൻ വന്ന നീ അപ്പത്തേക്ക് എന്തോ പറഞ്ഞു. അപ്പൊ അപ്പൊ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ, ഇനിയിപ്പോ ഒരു പകുതി ആശ്വാസമാണ് ഈ റൂം ഒതുങ്ങി എന്ന് പറയുമ്പോ. നല്ല ആശ്വാസമാണ് റൂം ഒതുങ്ങി എന്ന് പറയുമ്പോ. ഇനി കുറച്ച് സാധനങ്ങൾ മേടിച്ച് അതും കൂടെ സെറ്റ് ആയി കഴിഞ്ഞാല് ഒന്ന് ഒരു വൃത്തിയാവും. പിന്നെന്താ, പിന്നെ പോകെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ വരാം. യെസ്, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഹോം ടൂർ ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് നിന്ന എല്ലാവർക്കും താങ്ക്സ്. ഇനി അങ്ങോട്ട് പിന്നെ നമ്മുടെ വീടിന് ഇടാൻ പറ്റിയ പേര് ഓൾറെഡി നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ സജസ്റ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ വേറെന്താ, നമ്മളെ ഹോം ടൂർ ഒക്കെ പ്രതീക്ഷിക്കുക. ഇനി നമ്മുടെ വ്ളോഗിൽ ഈ വീടായിരിക്കും. അപ്പം നിങ്ങൾ എന്തായാലും കൂടെ ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ചാനൽ വിസിറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഫുള്ള് നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മുടെ ഇതുവരെയുള്ള സ്റ്റോറീസ് ഒക്കെ അറിയുന്നവരുണ്ട്, അറിയാത്തവർക്ക് നമുക്ക് പറയാം. അപ്പം നമ്മുടെ കൂടെ അപ്പം ഇതേപോലുള്ള ഫാമിലി വ്ളോഗ്സും നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന കുറച്ച് വ്ളോഗ്സും ഒക്കെ നല്ല നാച്ചുറൽ കണ്ടന്റ്സ് ആയിരിക്കും. കട്ട്സും അങ്ങനത്തെ ഇമോഷൻസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യില്ല. മാക്സിമം നമ്മള് ഫണ്ണും അതേപോലെ തന്നെ ഫാമിലി ടൈം ആഗ്രഹമില്ല. കാരണം എന്താ വെച്ചാല് നമ്മള് ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ഷെയർ ചെയ്യാനാണോ നമുക്ക് എല്ലാവർക്കും താല്പര്യം. മാക്സിമം അതായിരിക്കും നമ്മൾ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടത് റിലാക്സ്ഡ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന അങ്ങനെയായിരിക്കും നമ്മൾ ഷെയർ. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ കാണുന്നവരേക്കും. Still then, take care. Bye bye.